ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് എന്ന് വിടുന്ന വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമാണല്ലേ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ സാധാരണ റൂമിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. റൂമിൽ ജനലിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് വെട്ടം കിട്ടും. അപ്പം ഞാൻ റൂമിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം തന്നെ റൂമിൽ കിടന്ന് ഉറക്കമാണ്, ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല. അപ്പം ഞാൻ റൂമിൻ്റെ വെളിയിൽ, ബാക്കിൽ കഥ കാണാം, റൂമിൻ്റെ വെളിയിലിരുന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പം ഇപ്പോഴാണ് അതിനുള്ള സമയം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇപ്പം ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇപ്പം ഏകദേശം ഒരു 12K ആവാറായി. അതിന് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ഫാമിലി ആയിരിക്കുകയാണ് നമ്മൾ. അപ്പം എന്നെക്കുറിച്ചാണെങ്കിലും പലർക്കും പല ഡൗട്ടും കാര്യങ്ങളും കാണും. ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ചോദിക്കാത്തവർ കാണും. ഓക്കെ, അപ്പം ഞാൻ തന്നെ പറയാന്ന് വെച്ചു. ഈ കാര്യങ്ങൾ ഇതുവരെ ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്തിട്ടില്ല. പലർക്കും ചില കാര്യങ്ങൾ കാണും, ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ കാണും. ഞാൻ ആദ്യം ഒരു Q&A ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആരും അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ വന്നൊക്കെ പറയാന്ന് വെച്ചു. അപ്പം പിന്നെ കുറെ പേര് കമന്റ്സിലൂടെ ചോദിച്ചാണ് ഞാൻ എന്താ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാത്തത്, പിന്നെ എൻ്റെ വീട്ടുകാരെ എന്താ വീഡിയോയിൽ കാണിക്കാത്തത്, പിന്നെ ഉള്ളൊരു നിങ്ങൾക്കുള്ളൊരു സംശയമായിരിക്കാം, ഞാൻ ഇതുവരെ ഞങ്ങളുടെ അച്ഛനെ പറ്റി സംസാരിച്ചിട്ടില്ല. എൻ്റെയോ ചേട്ടൻ്റെയോ അച്ഛനെ പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, മരിച്ചു പോയിട്ടുണ്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഓക്കെ, ഞാൻ ആദ്യം അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഇതുവരെ ഈ ഒരു കാര്യങ്ങളെ പറ്റി ഇതുവരെ നമ്മുടെ ചാനൽ ഇട്ടിട്ടില്ല. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും. ഓക്കെ, ചേട്ടന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ചേട്ടന്റെ അച്ഛൻ ഒരു 8 വർഷം മുമ്പ് മരിച്ചുപോയി. ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആള് മദ്യപിക്കുമായിരുന്നു. അപ്പം പാവമായിരുന്നു, വേറെ വഴക്കോ ശല്യമൊന്നുമില്ല, കുറച്ച് മദ്യപാനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയി ആളങ്ങനെ 8 വർഷം മുമ്പ് മരിച്ചുപോയി. എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു 6 വർഷം മുമ്പ് മരിച്ചുപോയി. ആളും മദ്യപിക്കൊക്കെ ആയിരുന്നു. ഇവര് രണ്ടച്ഛന്മാരും തമ്മിൽ ചേരും. അവര് രണ്ടുപേരും ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടുപേരും നല്ല കമ്പനി ആയേനെ, രണ്ടുപേരും ചേരും. ഓക്കെ, അങ്ങനെ ഞാൻ രണ്ടച്ഛന്മാരും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു 6 വർഷമായി, ചേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു 8 വർഷമായി. ഇപ്പൊ രണ്ടുപേരും ഇവിടെ ഇല്ല. ഞാൻ ഇങ്ങനെ തനുവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തനുവിന് അങ്ങനെ ഒരു അച്ചച്ചന്മാരുടെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല ഇതുവരെ. രണ്ടുപേരും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ വന്നൊരു സംശയമാണ്, ഞാൻ എന്താ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാത്ത, അങ്ങനെ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാരെ വീഡിയോയിൽ കാണിക്കാത്ത, ഞാൻ വീട്ടിൽ പോയി നിൽക്കാത്ത എന്താന്ന് വെച്ചാൽ മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും എന്താ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമില്ലാത്ത. അങ്ങനെ എന്താന്ന് വെച്ചാൽ പപ്പ മരിച്ചതിൽ പിന്നെ അവിടെ പോയി നിൽക്കാൻ ഒരു എന്താ പറയുക, എനിക്ക് അവിടെ എന്തോ ഒരു ഭയങ്കര വിഷമം, എനിക്ക് അവിടെ പോയി നിൽക്കാൻ അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് കല്യാണത്തിന് ശേഷം ഞാൻ 2 ആഴ്ച അവിടെ പോയി നിന്നിട്ടുള്ളൂ. പിന്നെ തനുവിനെ ഡെലിവറി കഴിഞ്ഞൊരു 4 മാസം അവിടെ പോയി നിന്നു. അല്ലാണ്ട് ഞാൻ അങ്ങനെ പോകും, പിറ്റേ ദിവസം മാക്സിമം പിറ്റേ ദിവസം തിരിച്ചു പോരും, അങ്ങനെയാണ്. പിന്നെ വീട്ടുകാരുടെ എപ്പോഴും പോയി നിൽക്കാൻ പിന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ദൂരമുണ്ട്, ഒരു 3/4 മണിക്കൂറുണ്ട്. കറക്റ്റ് പറയുവാണെങ്കിൽ ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് ചേട്ടന്റെ, ഞങ്ങളുടെ പത്തനംതിട്ടയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് അങ്ങോട്ട്. പിന്നെ ട്രാവലിങ്, അതൊക്കെ ഒരു റീസൺ ആണ്. പിന്നെ ഇപ്പൊ ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, തനുവിനും ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോയി നിൽക്കാൻ പറ്റാറില്ല, അതും ഒരു റീസൺ ആണ്. പിന്നെ എൻ്റെ വീട്ടുകാരെ കാണിക്കാത്തെന്ന് പറഞ്ഞാല് വീട്ടുകാർ വരുമൊക്കെ ചെയ്യും, പക്ഷെ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ പോയി നിൽക്കാത്തതിന്റെ റീസൺ ഇതാണ്. പിന്നെ വീട്ടുകാർ ഉള്ളപ്പോഴൊക്കെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് വരുമ്പോഴൊക്കെ ഞാൻ മറന്നു പോകും എടുക്കുന്ന കാര്യം. അമ്മയൊക്കെ വരുവാണെങ്കിൽ ഇപ്പം വന്നതിൻ്റെ ആ ഒരു ഇതിലായിരിക്കുമല്ലോ, ഫുഡ് കൊടുക്കുന്നു, അമ്മ എന്തൊക്കെ കൊണ്ടുവന്നു നോക്കി ആ ഒരു ഇതിലായിരിക്കും. പിന്നെ വർത്താനമൊക്കെ പറയും. പിന്നെ വീടെടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോകും.
അതാണ് വീട്ടുകാരെ കാണിക്കാത്തത്. ഇനി ഉറപ്പായിട്ട് ഞാൻ ഓർത്ത് അവരെ കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും. അതായത് അച്ഛൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ചേട്ടൻ്റെ അച്ഛൻ ഒരു 8 വർഷം മുമ്പ് മരിച്ചുപോയി. എൻ്റെ പപ്പ മരിച്ചിട്ടൊരു 6 വർഷമായി. അവർ രണ്ടും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. എന്താ പറയാ, എൻ്റെ ഒരു 19ാമത്തെ വയസ്സിൽ ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു. ഇവിടെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ അല്ലേ, വേണ്ട, അത് പറഞ്ഞാൽ ഞാനങ്ങ് ഇമോഷണലാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം പിന്നെ തനുവിനൊരു മുത്തശ്ശന്മാരുടെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. 2 അച്ഛന്മാർക്കും പെമ്മക്കളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ അച്ഛനാന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അച്ഛന് 2 ആൺപിള്ളേരില്ലേ. എൻ്റെ ചേട്ടൻ്റെ പിന്നെ ചേട്ടനും കൂടെ 2 ആൺപിള്ളേരാണ്. പിന്നെ എൻ്റെ പപ്പായ്ക്കെന്ന് പറഞ്ഞാലും പെമ്പിള്ളേരെ ഇഷ്ടമാണ്. അപ്പം 2 പേർക്കും കൊച്ചുമകൾ ഉണ്ടായപ്പം അവളെ കാണാൻ 2 പേരും ഇല്ലാണ്ടായിപ്പോയി. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. തനു ആണെങ്കിലും ചോദിക്കും, പിന്നെ അവള് കണ്ടില്ലല്ലോ, അവൾക്ക് ആ ഒരു ഇത് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കുഴപ്പമില്ല, എല്ലാം നമ്മൾ വിചാരിക്കുന്നോട്ടല്ലല്ലോ, ദൈവം ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെല്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. വിഷമമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്കൊരു ബ്രദറ്, പപ്പ, അമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ്. ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛൻ, ചേട്ടൻ്റെ ചേട്ടൻ, അമ്മ, ഇത്രയും പേരാണ് ഞങ്ങളുള്ളത്. പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ ഇടത്തില്ല അപ്പച്ചി എന്ന് പറയുന്നത് ചേട്ടൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ്, ഇവരുടെ അപ്പച്ചി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ അച്ഛൻ്റെ പെങ്ങളായിരിക്കുമെന്ന്. ഓക്കെ. അപ്പൊ അപ്പച്ചിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിക്കുന്നത്. നമ്മുടെ വീട്, അപ്പച്ചി താമസിക്കുന്നത് നമ്മുടെ തൊട്ട് താഴെ തന്നെയാണ്. കുടുംബ വീട് തൊട്ട് താഴെ. ഒത്തിരി ഒരു മാക്സിമം ഒരു 2-10 അടി വെച്ചാൽ മതി, ചുവട് നടന്നാൽ മതി, വീട്ടിലെത്തും. അപ്പൊ അപ്പച്ചി എപ്പോഴും നമ്മുടെ ഇവിടെയാണ്. അപ്പച്ചിയാണ് ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഏറെക്കുറെ ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു. ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ. അപ്പൊ ചാനൽ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നിയതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ.